നമസ്കാരം സർ. നമസ്കാരം. സർ, നമുക്കറിയാം വഖഫ് ബില്ല് ഈ ഒരു വിന്റർ സെഷനിൽ എന്തായാലും പാർലമെന്റിൽ ചർച്ചയ്ക്ക് വരും എന്നുള്ള ഒരു ആൻസിപ്പേഷൻ ഉണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ വഖഫ് ബില്ലിനെതിരെ ഒരു സമ്മേളനം സംഘടിപ്പിച്ചിരുന്നു. അത് ഈ JPC-യിൽ കൂടി അംഗമായ MP ആയ കല്യാൺ ബാനർജി അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാൺ ബാനർജി നമുക്കറിയാം ഇനിയും വേണമെങ്കിൽ രക്തം ചൊരിയാൻ തയ്യാറാണ് എന്നൊക്കെയാണ് ആ സമ്മേളനത്തിൽ പറഞ്ഞത്. അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ ഗ്ലാസ് കുപ്പി അടിച്ചു പൊട്ടിച്ച് കൈമുറിച്ചതൊക്കെ ഈ JPC-യുടെ മീറ്റിംഗ് നടന്നപ്പോൾ. അത് മാത്രമല്ല, കല്യാൺ ബാനർജിക്ക് ശക്തമായ പിന്തുണയുമായി മമതാ ബാനർജി ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. ഈ മുസ്ലിങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാൻ വേണ്ടി ഏതറ്റം വരെയും പോകണമെന്ന് മമതാ ബാനർജി പറഞ്ഞതായും കല്യാൺ ബാനർജി പറയുകയുണ്ടായി. നമുക്കറിയാം മമതാ ബാനർജി ഇപ്പോൾ ബംഗ്ലാദേശിലെ ഒരു അവസ്ഥയിൽ വലിയ ആശങ്കയും ദുഃഖവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചുമാണ്. മുസ്ലിങ്ങളുടെ അവകാശ സംരക്ഷണത്തിന് ഏതറ്റം വരെയും പോകാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള നിലപാടുകളൊക്കെ എടുക്കുന്നത് നമ്മൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ കണ്ടതാണ്. ഈ ഇരട്ടത്താപ്പ് അതിനെ എങ്ങനെ നോക്കിക്കാണും? അവരുടെ വോട്ട് ബാങ്കാണ്. അവരുടെ വോട്ട് ബാങ്ക് മുസ്ലിംസ് ആണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ എന്താണ് പിണറായി വിജയനും കോൺഗ്രസ്സുകാരും ചെയ്യുന്നത്? മുനമ്പത്ത്, നമ്മൾ അത്ര ബംഗ്ലാദേശുകാരല്ല, ബംഗാൾ വരെ പോകേണ്ട ആവശ്യമില്ല. മുനമ്പത്ത് നടക്കുന്ന ഒരു കോൺട്രവേഴ്സി വെച്ചിട്ട് ഇന്ന് വരെ കോൺഗ്രസിന്റെ നേതാക്കൾ വഖഫിന് തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അവർ വഖഫ് ബില്ലിന്റെ നേരെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞങ്ങളിപ്പോഴും അതിനെ എതിർക്കുന്ന പറയുന്നത്. അതേസമയത്ത് നമ്മളവിടെ കണ്ടു, ലാറ്റിൻ കത്തോലിക്ക ബിഷപ്സ് ആവട്ടെ ബാക്കിയുള്ളവർ അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഈ ബില്ലിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം, കോൺഗ്രസ്സുകാർ സപ്പോർട്ട് ചെയ്യണം, കമ്മ്യൂണിസ്റ്റുകാർ സപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ ഈ CAA വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് ലക്ഷ്മി, ഇതൊക്കെ അന്ന് ഒരു ഞങ്ങളിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല, ബംഗാളിലും പറഞ്ഞു കേരളത്തിലും പറഞ്ഞു. പക്ഷേ ആരെ ഇവർ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ? സിറ്റിസൺഷിപ്പ് കൊടുക്കേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാണ്. വഖഫ് ബില്ല് പാസ്സാക്കി എടുക്കും, അതിലൊരു സംശയം വേണ്ട. ഈ സെഷനിൽ വരില്ല, അടുത്ത സെഷനിൽ വരും. അതിൻ്റെ ഒരു വേറെ കാരണമുണ്ട്. മെയിനായിട്ട് ഈ സെഷനിൽ ഇലക്ഷനൊന്നും ഇല്ല. അപ്പോൾ അടുത്ത സെഷൻ, ബഡ്ജറ്റ് സെഷൻ, ഫെബ്രുവരിയിൽ തുടങ്ങാൻ പോകുന്ന ബഡ്ജറ്റ് സെഷനിൽ ഡൽഹി ഇലക്ഷൻ തൊട്ടടുത്താണ്, തൊട്ട് മുമ്പാണ്. ഡൽഹി ഇലക്ഷൻ ഒരു 2-3 മാസം മുമ്പാണ് ഈ വഖഫ് ബില്ല് വരാൻ പോകുന്നത് പാർലമെൻറ്റിൽ. ഡൽഹിയിൽ നമുക്കറിയാം കുറേ പ്രോപ്പർട്ടീസ് വഖഫ് ബോർഡ് ക്ലെയിം ചെയ്യുന്നത്. അത് മൻമോഹൻ സിംഗിൻ്റെ ലാസ്റ്റ് 2013 റൂള് കഴിയാറായപ്പോഴാണ് കുറേ വഖഫിന് എഴുതി കൊടുത്തു അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ്, അന്നത്തെ കോൺഗ്രസ് ഗവൺമെൻറ്. ഇത് നമുക്ക് നോക്കണം, മമതാ ബാനർജി വളരെ തന്ത്രപ്രധാനമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അല്ലേ ദില്ലിയിലെ? ഇവൻ പാർലമെന്റ് അവരുടെയാണെന്ന് പറയുന്നത്, ഇപ്പോഴത്തെ പുതിയ പാർലമെന്റ് അവരുടെയാണെന്ന് പറയുന്നത്, അവരുടെ സ്ഥലമാണെന്ന് പറയുന്നത്. അത് അവിടെ വെക്കാം, നമുക്ക് അതൊക്കെ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ മമതാ ബാനർജിക്ക് നമുക്ക് വേറെ വഴിയില്ല. ഇപ്പൊ പിണറായി വിജയന്റെ മാതിരിയാണ്. പിണറായി വിജയൻ ഞങ്ങൾ CAA ഇംപ്ലിമെന്റ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരും പറയും. ഇത് പറഞ്ഞില്ലെങ്കിൽ വോട്ടിന് വേണ്ടിയിട്ടാണ്. ഇതേ മുസ്ലിം വോട്ട് ബാങ്കിന്റെ പിന്നിലാണ് ഇവർ പോകുന്നത്. അതാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടായത്. ഈ ഒരു ബ്ലണ്ടറാണ് മഹാരാഷ്ട്രയിൽ BJP അപ്പുറത്തെ സഖ്യത്തിന് മഹായൂത്തിക്ക് 230 സീറ്റുകൾ, 232 സീറ്റുകൾ വന്നത്. അത് വരാൻ കാരണം ഇതാണ്. ബിക്കോസ് നിങ്ങൾ ഹിന്ദുക്കളെ തള്ളി പറഞ്ഞ് നിങ്ങൾ ഇസ്ലാമിസ്റ്റിന്റെ പിന്നിൽ പോയി കഴിഞ്ഞാൽ നാളെ ഹിന്ദുക്കളൊക്കെ സംഘടിച്ച് നിങ്ങളുടെ നേരെ വോട്ട് ചെയ്യും. അതാണ് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടത്. വേറെ ഒരു റീസണും ഇല്ല. മഹാരാഷ്ട്രയിൽ ഇവർ എന്താ പറയുക, മഹാവികാസ് അഗാഡി 50 സീറ്റ് കംപ്ലീറ്റ് 50 സീറ്റ് 52 സീറ്റ് അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അതിൽ ഒതുങ്ങിയവർ. പക്ഷെ അതേസമയം നമ്മളവിടെ നോക്കുകയാണെങ്കിൽ ബംഗ്ലാദേശിൻ്റെ നിന്ന് വന്നൊരു പോപ്പുലേഷൻ ബംഗാളിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്. നമുക്കറിയാം മുർഷിദാബാദ്, മാൾഡ, ആ കോസ്റ്റൽ ആ ഏരിയ, ബംഗ്ലാദേശ് കൊണ്ട് ബോർഡർ ചെയ്യുന്ന ഏരിയയിലൊക്കെ മുസ്ലിംസാണ് മെജോറിറ്റി. ഓൾമോസ്റ്റ് എനിക്ക് എൻ്റെ ഒരു ഇത് പ്രകാരം അവിടുത്തെ ഒരു 18 കോൺസ്റ്റിറ്റ്യുവൻസി, ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മുസ്ലിംസാണ് മെജോറിറ്റിയിലുള്ളത്. അതാണ് മമതാ ബാനർജിക്ക് അതാ വേണ്ടത്. അവർ പിന്നെ ഹിന്ദുക്കളെ പറയില്ല, ഹിന്ദുക്കളുടെ കാര്യം ബംഗ്ലാദേശിൽ പറയും. പക്ഷെ അതേ സമയത്ത് ഈ ഹിന്ദുക്കളെ ആരെ ആക്രമിക്കുന്ന അത് മിണ്ടില്ല അവരാരും. അത് രാഹുൽ ഗാന്ധി, അതെ, ഹിന്ദുക്കളെ ആക്രമിക്കുന്നത് ആരാണ് ബംഗ്ലാദേശിൽ? ആരോ എന്നിട്ടല്ല ആക്രമിക്കുന്നത്. അത് അവിടുത്തെ ഇസ്ലാമിസ്റ്റാണ് ചെയ്യുന്നത്, അവിടുത്തെ മുസ്ലിംസാണ് ആക്രമിക്കുന്നത്, നോർമൽ മുസ്ലിംസ്. അതുകൊണ്ട് ഈ പറഞ്ഞ മാതിരി കട്ടർ തീവ്രവാദികളൊന്നല്ല. അവിടുത്തെ ഈ പറഞ്ഞ മാതിരി കടക്കാരും അവിടുത്തെ നോർമൽ സിറ്റിസൻസ് ആണ് അവിടുത്തെ ഹിന്ദുക്കളെ ആക്രമിക്കുന്നത്. അപ്പോൾ അതിനെ തള്ളി പറയാൻ മമതാ ബാനർജിക്ക് പറ്റില്ല. ബിക്കോസ് അവർ പേര് പറയാൻ പറ്റില്ല, ഹിന്ദുക്കളെ പറ്റി പറയും. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ മമതാ ബാനർജിയും രാഹുൽ ഗാന്ധിയും തമ്മിലൊരു ഡിഫറൻസ് ഞാൻ കണ്ട ലക്ഷ്മി. മമതാ ബാനർജി ക്ലിയർ ആയിട്ട് പറഞ്ഞു, കേന്ദ്ര സർക്കാർ ഏത് നിലപാടെടുത്താലും ബംഗ്ലാദേശിന് ഞങ്ങളതിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു, ഞങ്ങളതായത് സഹകരിക്കുമെന്ന് പറഞ്ഞത്. അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടില്ല. ഈവൻ രാഹുൽ ഗാന്ധിയും ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി പറഞ്ഞു, പക്ഷേ ഹിന്ദുക്കളെ ആരാണ് ആക്രമിക്കുന്നതിനെ പറ്റി മിണ്ടുന്നില്ല. അതാ നമുക്കറിയേണ്ടത്, ആരാണ് ഈ ഹിന്ദുക്കളെ ആക്രമിക്കുന്നത്? അത് പറയോ ഓപ്പണായിട്ട്? ഇവർക്കത്ര മമതാ ബാനർജി എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും നമുക്കൊന്നും ആവാൻ പോകുന്നില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. മമതാ ബാനർജി എന്ത് പറഞ്ഞാലും അത് ഡെഫിനറ്റ് ആയിട്ട് ഇതിനു മുമ്പും ഇത് കഴിഞ്ഞിട്ടും ബംഗ്ലാദേശിൻ്റെ അഫയേഴ്സിൽ ഇന്ത്യ
ഡെഫിനറ്റ് അത് ബംഗാളി ഇമ്പാക്റ്റ് ഉണ്ടാവും, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. മമതാ ബാനർജിക്ക് പറഞ്ഞേ പറ്റും, ബിക്കോസ് അവിടുത്തെ ബംഗാളി ഹിന്ദുസ് ഉണ്ടല്ലോ, കൽക്കട്ടയായാലും ബാക്കി നോർത്തേൺ ബംഗാളിലൊക്കെയുള്ള ഹിന്ദുസ്, അവർ ഇതിന് റിയാക്ട് ചെയ്യുന്നുണ്ട് ഓൾറെഡി. അവിടുന്ന് മെജോറിറ്റി പോപ്പുലേഷൻ ബംഗ്ലാദേശിൽ നിന്ന് വരുന്നത് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് പറഞ്ഞ് കൽക്കട്ടയിലും ചെന്നൈയിലേക്കാണ്. അവരെ ഇമ്പാക്റ്റ് ചെയ്യും. ബംഗ്ലാദേശിൽ നിന്ന് എത്ര സ്റ്റുഡൻസ് അവിടെ പഠിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടു, നമ്മുടെ പതാക അവിടെ നിലത്തിട്ട് ചവിട്ടി ഇവർ അതിന് മുകളിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കണ്ട് ഏത് ഇന്ത്യനാണ് മിണ്ടാണ്ടിരിക്കുക? ആരും മിണ്ടാണ്ടിരിക്കുക. എവിടെ കിട്ടിയ കയ്യിൽ കിട്ടി അടിക്കും, അത് സംശയമില്ല. അത് ഇന്ത്യയിൽ അത് നമ്മൾ റോഹിംഗ്യ എന്ന് പറയും. റോഹിംഗ്യയിൽ ബംഗ്ലാദേശീസ് അല്ല, റോഹിംഗ്യ മയന്മാർന്ന് വന്ന ആൾക്കാരാണ്. പക്ഷേ ഈ പറഞ്ഞാൽ ബംഗ്ലാദേശീസ് ഇല്ലീഗൽ, നമ്മുടെ കേരളത്തിൽ കുറേ ഉണ്ടല്ലോ, അവരെങ്ങാൻ ഈ പറഞ്ഞ മാതിരി അവരെ ആദ്യം ചെക്ക് ചെയ്ത് അവരെ പിടിച്ച് അവരെ ജയിലിടണം, എന്നാലേ നമുക്ക് അവിടെ ഒരു ക്വിറ്റ് പ്രോക്കോ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ മമതാ ബാനർജിയുടെ ഈ പറഞ്ഞ ഇരട്ടത്താപ്പ് അത് ഞാൻ വലിയ സർപ്രൈസ് ആയിട്ട് എടുക്കുന്നില്ല. കല്യാൺ ബാനർജി അല്ല വേറെ ആരായാലും അത് അവരുടെ വോട്ട് ബാങ്ക് അതാണ്. പിണറായി വിജയനായാലും സിദ്ധറാമയ്യ ആയാലും എവിടെ റേവന്ത് റെഡ്ഡി ആയാലും ഇവർക്കൊക്കെ വേണ്ടത് വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഹിന്ദുക്കൾ എവിടെ പോകും? ഹിന്ദുക്കളിൽ SC ST OBC ഡിവൈഡ് ആയി പോകും. പക്ഷെ നമുക്ക് മുസ്ലിം വോട്ട് ഒരുമിച്ച് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ജയിക്കും. അതിന് വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിൽ അവിടുത്തെ ഈ പറഞ്ഞ മാതിരി പിണറായി ആയാലും നമ്മുടെ കർണാടകത്തെ സിദ്ധറാമയ്യ ആയാലും തെലങ്കാനയിലെ റേവന്ത് റെഡ്ഡിയും ചെയ്യും, ബംഗാളിൽ മമതാ ബാനർജിയും ചെയ്യും, അത് സംശയമില്ല. അത് അതേ സമയത്ത് നമ്മൾ മഹാരാഷ്ട്രയിൽ കണ്ടു, ഇതിൻ്റെ നേരെ തിരിച്ചടിയാണ് മഹാരാഷ്ട്രയിൽ നടന്നത്. അവിടെ പറയുന്നത് ഇപ്പോഴും ഇതൊക്കെ ഉണ്ടായിട്ടും 22% മുസ്ലിംസ്, അത് ഡാറ്റ നോക്കുമായിരുന്നു മിഞ്ഞാന്ന്, 22% മുസ്ലിംസ് വോട്ട് ചെയ്തത് മഹായുതി അലയൻസിനാണ്, BJPക്ക് അല്ലാണ്ട്. BJP എന്ന് പറയാൻ പറ്റില്ല, NCP, അതിൽ അജിത് പവാറിൻ്റെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നില്ല, അവർക്ക് വേണ്ടിയിട്ട് അവരുടെ പേരിലാണ് 22% ആ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തത്. അപ്പോൾ മുസ്ലിംസ് BJPക്ക് വോട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അത് വേറൊരു തെറ്റാണ്. അലയൻസ് ആയിട്ട് വരുമ്പോൾ BJP കട്ടേങ്കേത്തോ പട്ടേങ്കേത്തോ അത് പറഞ്ഞിട്ടും എന്നിട്ടും അവർ വോട്ട് ചെയ്തു അജിത് പവാറിന് വേണ്ടി. മമതാ ബാനർജിക്ക് ഇപ്പോൾ പേടി എന്താണെന്ന് പറഞ്ഞാൽ, എങ്ങാനും ഹിന്ദുക്കൾ സംഘടിച്ച് ബംഗാളിൽ ഒരുമിച്ചായി കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷനിൽ, ഈ ഇലക്ഷനിൽ അവർ എല്ലാ സീറ്റും ജയിച്ചു, അതവർ സമ്മതിച്ചേ പറ്റുള്ളൂ. അതിലൊക്കെ അവരുടെ ഹോൾഡ് ഉണ്ട് അവിടെ. അതിപ്പോഴും BJPക്ക് അവിടെയുള്ള ഏറ്റവും വലിയ വീക്ക്നെസ് എന്താണെന്ന് പറഞ്ഞാൽ അവരൊരു കോർ ലീഡർ ഇല്ല അവർക്ക്. സുവേന്ദു അധികാരിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഒരു കോർ ലീഡർ ബംഗാളിൽ അവർ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ട്. അതുമാതിരി ബംഗാളിൽ BJP ഈ പറഞ്ഞ മാതിരി അവരെ കാര്യകർത്താസിനെ അവർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അവരുടെ മേലെ ആക്രമണം ഉണ്ടായി, ഒന്നും ചെയ്തില്ല BJP നേതൃത്വം ഡൽഹിയിലിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പറഞ്ഞ മാതിരി ബംഗ്ലാദേശിൻ്റെ കൂടെ നടക്കുന്ന ഈ ഒരു പ്രോബ്ലത്തിൽ മമതാ ബാനർജിക്ക് വേറൊന്നും പറയാണ്ട് പറ്റില്ല. അതേസമയത്ത് വഖഫ് ബോർഡിൻ്റെ ബില്ല് വരുമ്പോൾ അതിനെ എതിർക്കും, അത് മുസ്ലിംസിൻ്റെ എന്താണെന്ന്. പക്ഷേ ഈ രണ്ടിലും നമ്മൾ കാണേണ്ട ഇരട്ടത്താപ്പ് ഇതാണ്, ഇവരൊരു ഇസ്ലാമിസ്റ്റിന് വേണ്ടിയിട്ടുള്ള പാൻഡറിങ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഇസ്ലാമിസ്റ്റിന് വേണ്ടി അവർ ചുക്കാൻ പിടിക്കാൻ പോകുമ്പോഴാണ് ഇതൊക്കെ നടക്കാൻ പോകുന്നത്. ലക്ഷ്മി, അതെ, ഇവിടുത്തെ ഈ കേരളത്തിലെ LDF UDF MLA-മാരും ഒപ്പം തന്നെ അവിടുത്തെ സംസ്ഥാന നിയമസഭയും തമ്മിലൊരു ഐക്യപ്പെടിയിൽ കണ്ടത് ഈ വഖഫിനെതിരെ അവിടെ സംസ്ഥാന നിയമസഭയിൽ അവർ പ്രമേയം അവതരിപ്പിച്ചു. കേരളത്തിലും അത് ചെയ്തു അല്ലെ സർ? വേറൊരു സ്റ്റേറ്റുകളിൽ അങ്ങനെ ഒരു ഗിമ്മിക്ക് നമ്മൾ കണ്ടില്ലല്ലോ. അതാണ് ഞാൻ കേരളത്തിൽ നമ്മൾ കണ്ടില്ല. CA വന്നപ്പോൾ എന്തായിരുന്നു പ്രക്ഷോഭം? അവിടെ മലപ്പുറത്ത് റാലി നടത്തി, പക്ഷേ എറണാകുളത്ത് നടത്തിയോ? ഇല്ലല്ലോ. എറണാകുളത്ത് നടത്തിയില്ല, തിരുവനന്തപുരത്ത് നടത്തിയില്ല, മലപ്പുറത്ത് നടത്തി കമ്മ്യൂണിസ്റ്റുകാർ. അവരിങ്ങോട്ട് നീങ്ങിയില്ല. അതാണ് കോൺഗ്രസ്സുകാർ, ഞങ്ങളത് സമ്മതിക്കില്ല. ഇതേ കോൺഗ്രസ്സുകാർ മുനമ്പത്ത് പോയിട്ട് പറയട്ടെ, ഞങ്ങൾ വഖഫ് ബോർഡിനെ സപ്പോർട്ട് ചെയ്യില്ല, ബില്ല് സപ്പോർട്ട് ചെയ്യില്ല, ഞങ്ങൾ അതിനെ എതിർക്കുന്നവരവിടെ പോയി പറയട്ടെ. അവർക്ക് ധൈര്യം ഉണ്ടോ നോക്കട്ടെ. സതീഷനാവട്ടെ, സുധാകരനാവട്ടെ, വേറെ ആരായാലും ഇവരവിടെ പോയി പറയട്ടെ. KC വേണുഗോപാലായാലും ഞങ്ങൾ മുനമ്പത്തിരിക്കുന്ന ജനങ്ങളുടെ കൂടെ അല്ല. പക്ഷെ അതേസമയം അവർ പറയും ഞങ്ങൾ നിങ്ങളുടെ സ്ഥലം പോവാണ്ട് നോക്കാം. അതിൻ്റെ അർത്ഥം എന്താണ്? സ്ഥലം വഖഫിൻ്റെ കയ്യിലായിരിക്കും, നിങ്ങളുടെ പേരിലുണ്ടാവില്ല, പക്ഷെ നിങ്ങളവിടുന്ന് പോകണ്ടാന്നേ പറഞ്ഞിട്ടുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാനോ ലോൺ എടുക്കാനോ ഒന്നും പറ്റില്ല. അതാണ് അവിടുത്തെ മുൻപത്തെ ജനങ്ങൾ മനസ്സിലാക്കണത്. ഇവർ പിന്നെയും നിങ്ങളെ ആരും ഇറക്കി വിടില്ല. ശരിയാണ്, ഇറക്കി വിടില്ലായിരിക്കും, പക്ഷെ സ്ഥലം നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമോ? നാളെ ആ സ്ഥലത്തിന് മേൽ ലോൺ എടുക്കാൻ പറ്റും, ആ സ്ഥലത്ത് പ്രോപ്പർട്ടി ടാക്സ് കെട്ടാൻ പറ്റും. ഇതാണ് നമ്മൾ നോക്കണം. അപ്പോൾ ഈ വഖഫ് ബില്ല് വരാൻ പോകുന്ന പാർലമെൻറ്റ് ബഡ്ജറ്റ് സെഷനിൽ ഇവിടുത്തെ ബിഷപ്പുമാർ, ഇവിടുത്തെ ബാക്കിയുള്ള മൈനോറിറ്റീസ്, കേരളം മാത്രമല്ല കേട്ടോ, എവിടെയായാലും ഉള്ള മൈനോറിറ്റീസ്, സ്പെഷ്യലി ക്രിസ്ത്യൻ മൈനോറിറ്റീസും ബാക്കിയുള്ളവരും ഇതിനെ എതിർത്ത് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ അവർ ടാക്കിൾ ചെയ്യേണ്ടവർ. അതിൽ കോൺഗ്രസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റുകാർക്ക് അത്രയധികം വോട്ടൊന്നും ഇല്ല പാർലമെൻറ്റിൽ. കോൺഗ്രസിൻ്റെ MP-മാർ ഓരോരുത്തരെയും ഇതിനെ, സ്പെഷ്യലി കേരളത്തിലുള്ള MP-മാർ, അവിടുത്തെ ബിഷപ്പായാലും അവിടുത്തെ ബാക്കിയുള്ള മൈനോറിറ്റീസ് ആയാലും ഹിന്ദുക്കളായാലും അവർ ക്വസ്റ്റ്യൻ ചെയ്യണം. നിങ്ങൾ വഖഫിൻ്റെ ഈ ബില്ലിനെ എന്തിനാണ് ഒപ്പോസ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത്? മോദി ഗവൺമെൻറ് കൊണ്ടുവരാൻ പോകുന്ന ഈ അമെൻമെൻറ്റ് എന്തിനാണ് നിങ്ങൾ എതിർക്കുന്നത് ചോദിക്കേണ്ടതാണ്.
വ്യക്തമാണ്. ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ട് ദേശീയ താല്പര്യങ്ങൾ പോട്ടെ, ഈ ഇതര മതസ്ഥരെ പോലും ഒരുപക്ഷെ ഒറ്റുകൊടുക്കുന്ന ഈ ഒരു പ്രീണനം, അതാണ് കേരളത്തിലും ബംഗാളിലൊക്കെ നമ്മൾ ഒരുപോലെ കാണുന്നത് എന്നുള്ളതാണ്. വ്യക്തമാണ് സർ. വളരെയധികം നന്ദി. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.